PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഇനി വരുന്ന PSC പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് SCRT പാഠപുസ്തകങ്ങൾ ഏത് രീതിയിലാണ് പഠിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതുവരെയും SCRT പാഠപുസ്തകങ്ങൾ എങ്ങനെ പഠിക്കണം, അല്ലെങ്കിൽ അതിനുള്ള സോഴ്സ് എവിടെ നിന്നാണ്, SCRT പാഠപുസ്തകങ്ങൾ എവിടെ നിന്നാണ് കിട്ടുക, അല്ലെങ്കിൽ PSCക്ക് ആദ്യമായിട്ട് തയ്യാറെടുക്കുന്നവരുണ്ടാവും, ഈ വർഷം മുതൽ ആദ്യമായിട്ട് PSC പരീക്ഷ എഴുതാൻ പോകുന്നവരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് SCRT പാഠപുസ്തകം പഠിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് നോക്കാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും അത് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. കൂടുതൽ പേരിലോട്ട് ഈ വീഡിയോ എത്തിക്കാനായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ നോക്കുക, SCRT പാഠപുസ്തകം എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ളതിനെ പറ്റി പറയുമ്പോൾ നമുക്ക് ആദ്യം നമ്മൾ ഏത് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് തയ്യാറെടുക്കുന്നത് എന്നുള്ളത് അറിഞ്ഞിരിക്കണം, അല്ലേ? നമ്മൾ ഏത് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് തയ്യാറെടുക്കുന്നത്, അതിൻ്റെ സിലബസ് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. ഓക്കെ, ഏത് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നു അതിൻ്റെ സിലബസ് നമ്മുടെ കയ്യിൽ എടുത്തു വയ്ക്കുക. ആ സിലബസ് പ്രകാരം വരുന്ന SCRT പാഠഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്ന് കണ്ടെത്തി നമ്മളത് നോട്ട് ചെയ്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് വലിയ അറിവില്ല, ഏതൊക്കെ ചാപ്റ്ററാണ് വരുന്നത് എന്നൊക്കെ അറിയാത്തവരുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഉള്ള കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ LDC മെയിൻസിൻ്റെ സിലബസിൽ വരുന്ന എല്ലാ ടോപ്പിക്സും ഏതൊക്കെ SCRT പാഠഭാഗമാണ് എന്നുള്ളത് ഉൾപ്പെടുത്തി നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതിൽ തന്നെ ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്സും വരുന്നുണ്ട്. LDC മെയിൻസിൻ്റെ സിലബസ് എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്സും വരുന്നുണ്ട്. അപ്പോൾ ഓരോ ഭാഗങ്ങളും ഏത് ചാപ്റ്ററാണ് എന്നുള്ളത് അതിൽ കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങളുടെ സിലബസ് പ്രകാരം ഓരോ ടോപ്പിക്കും വരുന്ന ചാപ്റ്ററുകൾ ഏതാണ് എന്നുള്ളത് നിങ്ങൾ കണ്ടെത്തുക. അതിനുശേഷം ഒരു ഓർഡറിൽ, അതായത് ആദ്യം 5ാം ക്ലാസ്സിലെ ടെക്സ്റ്റ്, പിന്നെ 6ാം ക്ലാസ്സിലെ ടെക്സ്റ്റ്, 5ാം ക്ലാസ്സിലെ സോഷ്യൽ എടുത്തു, 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ ടെക്സ്റ്റ് ബുക്ക് എടുത്തതിന് ശേഷം 1ാമത്തെ ചാപ്റ്റർ നോട്ട് ചെയ്ത് വെക്കുക. ചാപ്റ്ററിൻ്റെ പേര് ഒരു നോട്ട് ബുക്ക് SCRTക്ക് വേണ്ടിയിട്ട് കരുതി വെക്കുക. സോഷ്യലിന് വേണ്ടിയിട്ടൊന്ന്, സയൻസിന് വേണ്ടിയിട്ടൊന്ന്, അങ്ങനെ നമ്മൾ സെപ്പറേറ്റ് നോട്ട് കരുതി വെക്കുക. ഓക്കെ ആണല്ലോ? അതിനുശേഷം എന്ത് ചെയ്യുക, 5th സ്റ്റാൻഡേർഡിൽ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് എടുത്തു, ചാപ്റ്ററിൻ്റെ പേര് എഴുതി വെച്ചു. ചാപ്റ്ററിൻ്റെ പേര് എഴുതി വെക്കുക. എന്നിട്ടത് ക്ലീൻ ആയിട്ട് ഇരുന്ന് വായിക്കുക. ഒന്നുകിൽ നിങ്ങളുടെ അയൽപ്പക്കത്തൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരുടെ കയ്യിലുണ്ടാവും 5 മുതൽ 10 വരെയുള്ള SCRT ടെക്സ്റ്റ് ബുക്കുകൾ, അല്ലേ? പല കുട്ടികളുടെ കയ്യിൽ നിന്നും ഓരോന്നൊക്കെ വാങ്ങിച്ചാൽ മതിയാവും. ഓക്കെ, പഠിക്കാനായിട്ട് നമുക്ക് ഇത്ര ദിവസം 1-2 ദിവസത്തിനുള്ളിൽ പഠിച്ചിട്ട് കൊടുക്കാമല്ലോ. അപ്പോൾ ഓരോരുത്തരുടെ കയ്യിൽ നിന്നും വാങ്ങിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമുക്ക് സമഗ്രയുണ്ട്, അപ്പോൾ അതിൽ പോയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് PDF വായിക്കാൻ പറ്റും. പക്ഷേ ഫോണിൽ PDF വായിക്കുമ്പോൾ കുറേ പേർക്കൊക്കെ കണ്ണിന് പ്രശ്നമാണ് എന്നൊക്കെ പറയാൻ പറ്റും, അല്ലേ? നമുക്കും അങ്ങനെ തന്നെയാണ്. PDF വായിക്കുമ്പോൾ നമുക്ക് ബുക്സ് വായിക്കുന്നത് പോലെ അത്രയും കംഫർട്ട് അല്ല. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങൾ ചെയ്യാം. ഒന്നുകിൽ എന്ത് ചെയ്യാം, ടെക്സ്റ്റ് ബുക്ക് ആരുടെയെങ്കിലും പിള്ളേരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് വായിക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, PDF ഡൗൺലോഡ് ചെയ്തിട്ട് വായിക്കാം. അപ്പോൾ നമ്മൾ 5th സ്റ്റാൻഡേർഡിൽ സോഷ്യൽ സയൻസ് എടുത്തു. നമ്മുടെ സിലബസ് പ്രകാരമുള്ള ആദ്യത്തെ ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേര് നോട്ട് ചെയ്യുക. എന്നിട്ട് ആ ചാപ്റ്റർ വരികളുടെ ഇടയിലൂടെ നല്ല ക്ലീൻ ആയിട്ട് മനസ്സിലാക്കി മനസ്സിരുത്തി വായിക്കുക. മനസ്സിരുത്തി വായിക്കുന്നത് മാത്രമല്ല, വായിച്ചു കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം, നോട്ട്സും കൂടെ തയ്യാറാക്കണം. ഓക്കെ, ചുമ്മാ SCRT കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ മാത്രം വായിക്കരുത്. ചിലപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഓരോ കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ താഴെ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ടാകും, അല്ലെ? ഇങ്ങനെ ഡാഷൊക്കെ ഇട്ട് പൂരിപ്പിക്കുക, ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ ചേരുംപടി ചേർക്കുക എന്നൊക്കെ പറഞ്ഞ് ക്വസ്റ്റ്യൻസ്. ആ ക്വസ്റ്റ്യൻസ് പോലും വായിച്ചു നോക്കാം. ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ചിലപ്പോൾ അതുപോലെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാം ഇനി അങ്ങോട്ടുള്ള പരീക്ഷകൾക്ക്, അങ്ങനെയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ആ ഓരോ ചോദ്യങ്ങൾ പോലും വായിച്ച് അതിന് നിങ്ങൾക്കുള്ള ആൻസറും എല്ലാം കൂടെ ചേർത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളൊരു നോട്ട് തയ്യാറാക്കുക. ഓക്കെ, SCRTൻ്റെ നോട്ട് തയ്യാറാക്കുക. ഞാൻ പറഞ്ഞു, പിന്നെ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ടോപ്പിക് എടുത്താൽ അതിൻ്റെ SCRTയും റാങ്ക് ഫയലും എല്ലാ പോയിന്റ്സും കൂടെ ഉൾപ്പെടുത്തിയിട്ട് നിങ്ങളൊരു നോട്ട് തയ്യാറാക്കണമെന്ന് പറഞ്ഞു, അല്ലേ? അപ്പോൾ അങ്ങനെ എല്ലാം കൂടെ ഒരു നോട്ട് ഓരോ ടോപ്പിക്കിനായിട്ട് തയ്യാറാക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് SCRT മാത്രം വേണം, അങ്ങനെയാണ് പഠിക്കാനായിട്ട് താല്പര്യപ്പെടുന്നതെങ്കിൽ SCRTക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ചാപ്റ്റർ എഴുതി അതിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി നമ്മളുടെ രീതിയിൽ നമ്മൾ തന്നെ എഴുതി തയ്യാറാക്കിയിട്ടുള്ള നോട്ട്സ് ആകുമ്പോൾ പിന്നീട് റിവിഷൻ ചെയ്യുമ്പോൾ നമുക്ക് ആ നോട്ട്സ് വായിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യുക, നമ്മൾ ഒരിക്കൽ വായിക്കുന്നു, നോട്ടിലോട്ട് എഴുതുന്നു, വീണ്ടും അതൊന്ന് റിവിഷനും കൂടെ ചെയ്യുന്ന സമയത്ത് നമുക്ക് അത് ഉറപ്പായിട്ട് നമ്മുടെ മൈൻഡിൽ നിന്നോളും. ഓക്കെ ആണല്ലോ? അപ്പോൾ ഓരോ ചാപ്റ്റർ വൈസ് വായിക്കുക, ചാപ്റ്ററിൻ്റെ പേര് എഴുതുക, അത് ഏത് ഭാഗത്ത് വരുന്നതാണെന്നൊക്കെ നമുക്ക് അറിയാമല്ലോ. അപ്പോൾ ചാപ്റ്ററിൻ്റെ പേര് എഴുതുക, അത് വായിച്ച് നമ്മുടെ സ്വന്തം കൈപ്പടയിൽ എഴുതി തയ്യാറാക്കിയിട്ടുള്ള നോട്ട്സ് ഉണ്ടാക്കുക. 2ാമത്തെ ചാപ്റ്റർ വായിക്കുമ്പോൾ ചാപ്റ്ററിൻ്റെ പേര് എഴുതുക, നോട്ട് എഴുതി തയ്യാറാക്കുക. അപ്പോൾ ആ ഒരു നല്ല രീതിയിൽ നമുക്ക് 5th സ്റ്റാൻഡേർഡിന് വേണ്ടിയിട്ടൊരു ബുക്ക്, 6th സ്റ്റാൻഡേർഡിലെ ചാപ്റ്ററിന് വേണ്ടി ഒരു ബുക്ക്, അങ്ങനെ ആയിട്ട് വരുമ്പോൾ നമുക്ക് നീറ്റായിട്ട്
നമുക്ക് പിന്നീട് റിവൈസ് ചെയ്യുമ്പോൾ എന്താണ് പോയി തിരയേണ്ട കാര്യമില്ല. നമുക്ക് ആ ടെക്സ്റ്റ് ബുക്ക് ഒന്നും വായിക്കേണ്ട, നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള നോട്ട്സിലൂടെ വായിച്ചു പോയാൽ മതി റിവിഷൻ ടൈമിൽ. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിലായിരിക്കണം നമ്മൾ SCERT വായിക്കേണ്ടത്. ജസ്റ്റ് വായിക്കുകയല്ല, നമ്മൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് വേണം പഠിക്കാനായിട്ട്. ഞാൻ പറഞ്ഞു താഴെയുള്ള ക്വസ്റ്റ്യൻസ് അടക്കം വായിക്കണം. കാരണം ഇനി അങ്ങോട്ട് PSC ഇങ്ങനെ ഡെവലപ്പായി വരികയാണല്ലേ, ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേൺ ഒക്കെ മാറി കുറച്ചുകൂടെ ലെവൽ കൂടി വരികയാണ്. അപ്പോൾ SCERTയിൽ താഴെ വരുന്ന ക്വസ്റ്റ്യൻസും കാര്യങ്ങളും എല്ലാം വായിച്ച് ആ ഒരു രീതിയിൽ നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ട് വേണം പഠിക്കാനായിട്ട്. ഓക്കെ, അല്ലാതെ നമ്മൾ അവിടെ നിന്നും ഇവിടെ നിന്നും ഓരോ ചാപ്റ്ററായിട്ട് പെറുക്കി പഠിച്ചു കഴിഞ്ഞാൽ ഒരു കണ്ടിന്യൂഷൻ കിട്ടില്ല അല്ലേ. നമ്മൾ 5ാം ക്ലാസ്സിൽ പഠിച്ചു, അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിരിക്കും നമ്മൾ 6ൽ പഠിക്കുന്നത്, അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിരിക്കും 7ൽ പഠിക്കുന്നത്. അപ്പോൾ ആ ഒരു ഓർഡറിൽ നമുക്ക് പോയാലാണ് കാര്യങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുള്ളൂ. ഇനിയുള്ള കാലത്ത് നമുക്ക് മനസ്സിലാക്കി പഠിച്ചാൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം 5ാം ക്ലാസ് എടുത്തു, സോഷ്യൽ എടുത്തു, അങ്ങനെ പഠിക്കുക. ദെൻ സയൻസ് എടുത്തു, അതിൽ ഓരോ ചാപ്റ്ററായിട്ട് പഠിക്കുക. എല്ലാം നോട്ട്സ് എഴുതി തയ്യാറാക്കിയിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ ആണല്ലോ. ഇനി നിങ്ങൾക്ക് വായിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്, PDF കിട്ടാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളവരുണ്ടെങ്കിൽ നിങ്ങളെ വിഷമിക്കേണ്ട. നമ്മൾ ഇനി അങ്ങോട്ട് നമ്മുടെ ചാനലിലൂടെ ചെയ്യാൻ പോകുന്നത് SCERT ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ് തന്നെയാണ്. അപ്പോൾ മാക്സിമം നമ്മൾ എന്താണ് സിലബസ് കംപ്ലീറ്റ് ചെയ്തിട്ട്, ഇപ്പോൾ മെയ് മാസത്തെ 10th പ്രിലിംസ് വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സിലബസ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ SCERT പാഠപുസ്തകത്തിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ക്ലാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണം എന്നുള്ളവർ നമ്മൾ SCERT ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. പിന്നെ എന്താ അതിൻ്റെ PDF-ഉം നോട്ട്സും കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ടെലഗ്രാമിലും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ടെലഗ്രാമിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലാസ്സസും അവൈലബിൾ ആണ്, നോട്ട്സും അവൈലബിൾ ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ എല്ലാവരും പഠിക്കുക. SCERT അതുപോലെ തന്നെ NCERT ടെക്സ്റ്റ് ബുക്കിനും ഇമ്പോർട്ടൻസ് തന്നെയുണ്ട് അത്രത്തോളം. SCERT പോലെ തന്നെ NCERT ഇമ്പോർട്ടൻ്റ് ആണ്. 10th ലെവലിൽ അത്രയും ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിലും +1 +2 അതുപോലെ തന്നെ ഡിഗ്രി ലെവൽ പരീക്ഷകൾ എഴുതുന്നവർക്കൊക്കെ NCERT ടെക്സ്റ്റ് ബുക്കും ഇമ്പോർട്ടൻ്റ് ആണ്. +1 +2 ടെക്സ്റ്റ് ബുക്കും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കഴിഞ്ഞ ഡിഗ്രി ലെവൽ പ്രിലിംസിന് വേണ്ടിയിട്ട് +1 +2 ടെക്സ്റ്റ് ബുക്കിലെ കുറേ ചാപ്റ്ററുകളൊക്കെ ഹിസ്റ്ററി, എക്കണോമിക്സിലെയൊക്കെ ചാപ്റ്ററുകൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള പരീക്ഷകൾക്ക് നമ്മൾ +1 +2 ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സുകളും ചെയ്യുന്നതായിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ നല്ല രീതിയിൽ ഈ വർഷത്തിൽ തന്നെ നല്ല രീതിയിൽ പരീക്ഷ അറ്റൻഡ് ചെയ്യണം എന്നുള്ളവരുണ്ടെങ്കിൽ നമ്മളെ ഫോളോ ചെയ്യുക. ഓക്കെ, ടെലഗ്രാമിൽ നോട്ട്സൊക്കെ അവൈലബിൾ ആണ്. ടെലഗ്രാമിൽ ഇതുവരെ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്